സഹകരണ ബാങ്കുകൾ വഴി ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്ന പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന UDF സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ ക്ഷേമ പെൻഷൻകാരുടെ പ്രതിഷേധ കൂട്ടായ്മ പായം വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തി. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NT റോസമ്മ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമ പെൻഷൻ നമുക്കിനി നാഷണലൈസ്ഡ് ബാങ്കുകളിലൂടെ കിട്ടുകയുള്ളൂ എന്ന നിലയിലേക്കുള്ള തീരുമാനമെടുക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് നമ്മളെ ദ്രോഹിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതിനെതിരായിട്ടാണ് ഇത്തരമൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഏതാണ്ട് ഭൂരിപക്ഷം ആളുകളും വിവിധ പെൻഷനുകൾ വാങ്ങുക. ആ പെൻഷനുകൾ തൻ്റെ ഒരു മാസത്തെ ജീവിതത്തിന് വേണ്ടിയിട്ട് വളരെ തുച്ഛമായ തുകയാണെങ്കിലും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഈ സാഹചര്യത്തിലാണ് നമുക്ക് പല ആളുകൾക്കും ഈ പെൻഷൻ നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നു എന്ന നിലയിലേക്കുള്ള തീരുമാനം സംസ്ഥാന ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ 3 മാസമേ ആയിട്ടുള്ളൂ നമ്മുടെ കേരളത്തിനകത്ത് ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട്. കഴിഞ്ഞ ആ 3 വർഷക്കാലം 3 മാസക്കാലം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയ പ്രയാസമുണ്ടാക്കുന്ന നിലയിലുള്ള തീരുമാനങ്ങളാണ് ഓരോന്നും എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് ക്ഷേമ പെൻഷന്റെ കാര്യത്തിലായാലും, തൊഴിലുറപ്പ് പദ്ധതിയിലായാലും, വിദ്യാഭ്യാസ മേഖലയിലായാലും, ആരോഗ്യ മേഖലയിലായാലും, എല്ലാ മേഖലയിലും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, 1980 സഖാവ് നായനാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് പാവപ്പെട്ട കർഷക തൊഴിലാളിക്ക് ഞാൻ പെൻഷൻ കൊടുക്കുമെന്ന് തീരുമാനമെടുത്തത്. ആ തീരുമാനമെടുക്കുമ്പോൾ ഈ കേരളത്തിലെ UDFും അതിന് നേതൃത്വം കൊടുത്ത കരുണാകരനടക്കമുള്ള ആളുകളെല്ലാം തന്നെ പറഞ്ഞത് പ്രത്യുത്പാദനപരമല്ല, അതുകൊണ്ട് ഈ ക്ഷേമ പെൻഷൻ ഈ കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി പറ്റില്ല എന്ന നിലയിലാണ്. സാജിദ് മാടത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. സുമേഷ്, VK പ്രേമരാജൻ, സുശീൽ ബാബു, VK ചന്തുവൈദർ, പവിത്രൻ പായം, KV രാധാകൃഷ്ണൻ, ബാബു കാറ്റാടി, സുജിഷ പ്രസാദ്, MM ചിത്രലേഖ, P. രജനി തുടങ്ങിയവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, ഇരട്ടി.